വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവം പേരുകൾ മാറ്റുന്ന ദൈവമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്. ആമേൻ. യാക്കോബിനെ ഇസ്രായേൽ ആക്കിയ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അബ്രാമിനെ അബ്രഹാം ആക്കിയ ദൈവം, ഷിമോനെ പത്രോസ് ആക്കിയ ദൈവം, ആമേൻ, ശൗലിനെ പൗലോസ് ആക്കിയ ദൈവം. അതേ ദൈവം ചിലവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ഇന്ന് മാറ്റാൻ പോവുകയാണ്. ഇന്നൊറ്റൊരു എൻകൗണ്ടർ മതി, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വലിയ ബ്രേക്ക് ത്രൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ മുഖച്ഛായ മാറാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറയാമോ? കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു എൻകൗണ്ടർ റെഡി ആകട്ടെ. പലവരുടെ ലൈഫിൽ വലിയ ബ്രേക്ക് ത്രൂസ്, ചേഞ്ചസ് എല്ലാം സംഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു വെൽ വിഷറാണുള്ളത്. കൊച്ചിയിൽ നിന്നൊരു സിസ്റ്ററാണ്. നമുക്ക് ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ രണ്ടാമത്തെ മകൻ ദൈവവുമായിട്ടുള്ള വലിയൊരു എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മകന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, മകന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ കരം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിയറിൽ ദൈവത്തിന്റെ കരം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ സകല അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വലിയ ബ്രേക്ക് ത്രൂസ് മകന്റെ ലൈഫിൽ സംഭവിക്കട്ടെ. അപ്പോൾ തന്നെ മൂത്ത മകന്റെ ദാമ്പത്തിക ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മുഴു കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. ഇതുപോലെ ഒത്തിരി പേർക്ക് നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. അനേകർക്കൊരു അനുഗ്രഹമാകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ സൺഡേ സർവീസുകളുണ്ട്. രാവിലെ 7:45 7:45 നമുക്കൊരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. അപ്പോൾ തന്നെ മറ്റ് ഹാളിൽ ഒരു ഹിന്ദി സർവീസ് നടക്കുന്നു. ആൻഡ് 9:45 നമ്മുടെ ഇംഗ്ലീഷ് മലയാളം സർവീസ്, ബൈലിംഗ്വൽ സർവീസ് നടക്കുന്നത്. അതിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാ ബ്ലെസ്സിംഗ് സെന്റേഴ്സിലും നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിംഗ് സെന്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. സോ ഗോഡ് ബ്ലെസ് യു. ഒക്ടോബറിൽ നമ്മുടെ യൂത്ത് കോൺഫറൻസ് നടക്കുന്നു. 11th to 13th ഒക്ടോബറിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ആബ്സല്യൂട്ട് ബ്ലാസ്റ്റ്. അതിലേക്ക് എല്ലാ യൂത്ത്സിനെയും ടീൻസിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുക, ഇതിനു വേണ്ടി അയക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലുള്ള നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ വിമൻസ് കോൺഫറൻസ്, ഗ്ലോ വിമൻസ് കോൺഫറൻസ് November 8 and 9 നടക്കുന്നു. അതിലേക്കും എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബ്ലെസ്സഡ് ഗ്യാതറിംഗ് ഓഫ് ഓൾ ദ വിമൻ ഓഫ് ഗോഡ്. ദൈവം ഈ സീസണിൽ ഉപയോഗിക്കുന്ന ഒത്തിരി വിമൻ ഓഫ് ഗോഡ് വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബ്ലാസ്റ്റ്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഹിസ്റ്റോറിക് ഇവന്റ്. സോ അതിലേക്ക് എല്ലാ സിസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചനം ഒരുമിച്ച് കേൾക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ ഇതുവരെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു, നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വചനങ്ങളിലൂടെ എല്ലാം അതത് ദിവസം ഒന്ന് നോക്കി ചെക്ക് ചെയ്യണം. അതത് ദിവസം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഒരു 2 പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഫ്രീ അല്ലേ? 2 പേരെ നിത്യതയിലേക്ക് നേടുവാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കും. നിങ്ങൾ അധ്വാനിച്ചൊരു 10 ഏക്കർ ഭൂമി വാങ്ങി അതിൽ കൃഷിയെല്ലാം നടത്തി ഭയങ്കര കെങ്കേമമായി, പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് വയ്യാതായി, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നായി, ഹാർട്ടൊന്ന് പിടിച്ചു, തീർന്നു, എല്ലാം അവിടെ കിടക്കുമല്ലേ. എന്നാൽ നാം നേടുന്ന ആത്മാക്കൾ യേശുവിനെ രക്ഷിതാവായ ജനങ്ങൾ നിങ്ങളുടെ വായ് കൊണ്ട് സുവിശേഷം കേട്ട് സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെടുമ്പോൾ അവർ നിത്യതയിലെ സമ്പാദ്യമായി മാറുകയാണ്. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചൊരു ദർശനം നമുക്ക് ആവശ്യമാണ്. നിത്യ സ്വർഗത്തെക്കുറിച്ചും നിത്യ നരകത്തെക്കുറിച്ചൊക്കെ ഒരു ദർശനം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇറ്റേണിറ്റിയെക്കുറിച്ച്, എന്താണ് നിത്യത, അതിനെക്കുറിച്ച് നമുക്കൊരു അവഗാഹമായ ജ്ഞാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ
അടുത്ത ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഹാവ് എ വിഷൻ ഓഫ് ഗോഡ് സാൽവേഷൻ പ്ലാൻ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്താണ്? ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. അതെന്താണ്? ഇവിടെ നമ്മൾക്ക് ഒത്തിരി പ്രോജക്റ്റുകളുണ്ട്. ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, വലിയ ബ്രിഡ്ജുകളുടെ, മെഗാ സ്ട്രക്ചറുകളുടെ, ഇൻഫ്രാസ്ട്രക്ചറുകളുടെയും പ്രോജക്റ്റുകൾ, ഇതൊക്കെ സർക്കാരിൻ്റെ ചിലവിൽ, സർക്കാരിൻ്റെ അണ്ടർടേക്കിങ്ങിൽ ഭയങ്കരമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രോജക്റ്റുണ്ട്. വ്യക്തിപരമായി നമുക്കും ചില പ്രോജക്റ്റുകൾ കാണും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? അത് യുഗങ്ങളായി നീണ്ടുകിടക്കുന്ന മനുഷ്യവംശത്തെ, മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ഭയങ്കരമായ ഒരു റിഡംഷൻ പ്രോജക്റ്റാണ്. ഒരു പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. കഴിഞ്ഞകാല നിത്യതയിൽ പ്ലാൻ ചെയ്യപ്പെട്ടത് ഇപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് റണ്ണിങ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രോജക്റ്റ്. അതിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ആ രക്ഷാകര പദ്ധതിയിൽ ഞാനുണ്ടോ? അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടോ? ആ പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിയണം. ടൈറ്റസ് 2:11 തീത്തോസിൻ്റെ ലേഖനം, പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ, ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയർഡ് ദാറ്റ് ഓഫേഴ്സ് സാൽവേഷൻ ടു ഓൾ പീപ്പിൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും എന്ന് വെച്ചാൽ സകല മനുഷ്യർക്കും. ദൈവം ആരെയും മാറ്റുന്നത്, ദൈവം ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആരെയും നരകത്തിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഈസ് അവർ ചോയ്സ്. നമ്മളാണ് തീരുമാനിക്കുന്നത് നരകത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ നിത്യതയിൽ എവിടെ ചെലവഴിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. സ്പേസിലേക്ക് പോകാൻ ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെയും പലരുടെയൊക്കെ പരിപാടികൾ അനുസരിച്ച് ഇനി ഇപ്പം നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ വരും. ക്രിസ്മസ് വെക്കേഷൻ എവിടെ പോകണം? ഇപ്പം നമ്മൾ മാൽഡീവ്സിൽ പോകണം, ഹാവ്ലോക്ക് ഐലൻഡിൽ പോകണം, ഹോണോലുലുവിൽ പോകണം, ഹവായിൽ പോകണം, സ്വിറ്റ്സർലൻഡിൽ പോകണം, പാരീസിൽ പോകണം. ഇതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. വെക്കേഷൻ എവിടെ പോകും? ചെറിയ പരിപാടികളുണ്ടെങ്കിൽ നമുക്കൊന്ന് ഊട്ടി വരെ പോയിട്ട്, കൊടൈക്കനാൽ വരെ പോയിട്ട് വരാം, തേക്കടിയിൽ പോകാം. ഇങ്ങനെയൊക്കെയുള്ള പല പദ്ധതികളാണ് വെക്കേഷന് വേണ്ടി പലരും പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇനി അങ്ങനെയല്ല. സ്പേസിൽ പോയിട്ട് വരാം, മാർസിൽ പോയിട്ട് വരാം, ചൊവ്വയിൽ പോയിട്ട് വരാം. അങ്ങനെയൊക്കെ വലിയ കോടീശ്വരന്മാർ, പണമുള്ളവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു കാലമാണ്. അവിടെ വരെ എത്തി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ചന്ദ്രനിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം, എൻവയൺമെൻ്റൊക്കെ ഉണ്ടാക്കി ഇവിടെ പോപ്പുലേഷൻ കൂടുമല്ലേ, ഭൂമിയിൽ നിന്ന് കുറേ പേര് അവിടെ കൊണ്ടേ താമസിപ്പിക്കാം, അവിടെ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചിന്തിച്ച്, ആധുനിക മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതികളൊക്കെ ഇടുമ്പോൾ തന്നെ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പദ്ധതിയെക്കുറിച്ചുള്ള ദർശനം ഒത്തിരി പേർക്കില്ല. അതാണ് ഇവിടെ വായിച്ചത്. ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയർഡ് ദാറ്റ് ഓഫേഴ്സ് സാൽവേഷൻ ടു ഓൾ പീപ്പിൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ, സകല മനുഷ്യരെ രക്ഷിക്കുവാനുള്ള സാൽവേഷൻ പാക്കേജ് റെഡിയായിരിക്കും. ഈ സ്പേസ് ഷട്ടിലിൽ പോയി സുനിത വില്യംസും കൂട്ടരൊക്കെ അവിടെ കുടുങ്ങിയിരിക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം മനുഷ്യൻ്റെ പദ്ധതികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോയി ചില ഓർബിറ്റിലൊക്കെ ഇട്ട് കറക്കി, ചിലർ തിരിച്ചു പോയും ചിലർ അവിടെ തന്നെ പോയി ഇനി എന്താകും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ, ഇനി ഏത് പ്ലാനറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്താലും ഒരു എക്സ്പയറി ഡേറ്റ് മനുഷ്യനുണ്ട്. മനുഷ്യൻ മരിക്കും. ഭൂമി കിടന്നാലും മരിക്കും, ചന്ദ്രനിൽ കിടന്നാലും മരിക്കും, മാർസിൽ പോയാലും മരിക്കും, സ്പേസ് ക്രാഫ്റ്റിനകത്താണേലും മരിക്കും. വാട്ട് ഈസ് ആഫ്റ്റർ ദാറ്റ്? ഇത് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്നാൽ എല്ലാവരെയും രക്ഷിക്കുവാനും ഈ നക്ഷത്രഗോളങ്ങൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സ്വർഗത്തിലേക്ക് ആദ്യം നമ്മളെ കൊണ്ടുപോയും പിന്നീട് ഇനി കർത്താവ് പദ്ധതി ഇട്ടിരിക്കുന്ന ഭൂമിയിലേക്കും ആ സിറ്റിയിലേക്ക് കൊണ്ടുവരാനൊക്കെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഇലോൺ മസ്ക് പോലെയുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റിലേക്ക് ചിലരൊക്കെ ആകർഷിക്കപ്പെട്ട് കാശുള്ളവർ അതിലേക്ക് പോയി
ഇതിനൊക്കെ വേണ്ടി മനുഷ്യൻ ഓടി നടക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ഒത്തിരി പേർക്കും വേണ്ട. ഓ മൈ ഗോഡ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, we should have a vision of God's salvation plan and salvation project and salvation package. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, നമ്മെ രക്ഷിക്കുവാനുള്ള പദ്ധതി? ഞാൻ ഈ ഒരു കഥ ഇതിനു മുമ്പ് പറഞ്ഞു കാണും, എങ്കിലും ഒന്നുകൂടി കേട്ടോ. സൗത്ത് അമേരിക്കയിലെ കൊളംബിയയിൽ നടന്നൊരു സംഭവമാണ്. ഗിഡിയൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ബൈബിൾ സൗജന്യമായി സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും സ്ഥാപനങ്ങളിലൊക്കെ സൗജന്യമായി കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഗിഡിയൻസ് ഇൻ്റർനാഷണൽ. ഗിഡിയൻസ് ഇൻ്റർനാഷണലിൻ്റെ ബൈബിൾ, പോക്കറ്റ് ബൈബിൾ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൊച്ചിയിൽ മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രി അന്ന് പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പോക്കറ്റ് ബൈബിൾ ഉണ്ടായിരുന്നു, ഗിഡിയൻസ് ഇൻ്റർനാഷണൽ. ആരോ എനിക്ക് തന്നതാണ്. അതെൻ്റെ പോക്കറ്റിൽ, അതിൻ്റെ വലിപ്പം കൊണ്ട് എൻ്റെ കൊച്ചു പോക്കറ്റിൽ അത് ഒതുങ്ങാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് അരിഞ്ഞ് ഒതുക്കി അതിൻ്റെ കവർ ഒന്നുകൂടി അകത്തേക്കാക്കി ചെറുതാക്കി ഒട്ടിച്ച് എല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോൾ ഈ പോക്കറ്റ് ബൈബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതുപോലെ ഒരു പോക്കറ്റ് ബൈബിൾ കൊളംബിയയിൽ ഒരു പെൺകൊച്ചിൻ്റെ കയ്യിൽ കിട്ടി, സ്കൂളിൽ പഠിക്കുന്ന പെൺകൊച്ചിൻ്റെ കയ്യിൽ കിട്ടി. അവളത് വായിച്ച് അവൾ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. ആൻഡ് ഷി വാസ് ഓവർജോയ്ഡ്. പക്ഷേ ഈ മോളുടെ ഫാദർ വർക്ക് ചെയ്യുന്ന ഒരു മൈനിലാണ്, ഖനിയിൽ വർക്ക് ചെയ്യുന്ന അപ്പൻ. ഇവൾ ഈ പുസ്തകം വായിക്കുന്നതാണ്. അത് വലിച്ചെടുത്തിട്ട് പറഞ്ഞു, നീ ഇത് മേലിൽ വായിക്കരുത്, ദിസ് ഇസ് ഫുൾ ഓഫ് ലൈസ്. നുണക്കഥകൾ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം മേലിൽ നീ വായിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പറച്ചത് വലിച്ചെടുത്തു. പുള്ളിയുടെ പോക്കറ്റിലിട്ടുണ്ട് ഒരൊറ്റ പോക്ക് പോയി, ജോലിക്ക് പോയി, ഖനിയിലേക്ക് പോയി. ഖനിയിൽ ചെന്ന് ജോലി ആരംഭിച്ചു. മണിക്കൂറുകൾക്കകം സൈറനുകൾ മുഴങ്ങാൻ തുടങ്ങി. സംഭവിച്ചത്, ഈ ഖനിക്കുള്ളിൽ ഒരു കേവിൻ ചെയ്തു. ഈ ഖനിയുടെ അകത്ത് ഇടിഞ്ഞു വീണ 31ഓളം തൊഴിലാളികൾ അതിൻ്റെ അകത്ത് പെട്ടു. കാരണം അവർ ട്രാപ്ഡായിപ്പോയി. അപ്പുറത്ത് ഈയിടെയൊക്കെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, കുഴൽ കിണറിനകത്ത് പെടുന്നതും അവിടെ ഇവിടെയൊക്കെ പെടുന്നതും, അതുപോലെ അകത്തായിപ്പോയി. അങ്ങനെ അകത്തായി കഴിഞ്ഞപ്പോൾ അവരെ രക്ഷിക്കാൻ 31 ഖനി തൊഴിലാളികളെ, മൈനേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി കമ്പനികളൊക്കെ ഭയങ്കരമായ പദ്ധതി തുടങ്ങി. പക്ഷേ 5 ദിവസം കൊണ്ടാണ് ഈ ഇടിഞ്ഞു വീണ മണ്ണും പാറയും കല്ലും അതും ഇതൊക്കെ എടുത്ത് മാറ്റി അവിടെ എത്തിച്ചേർന്നപ്പോൾ 31 പേരും ഈ മോളുടെ ഫാദർ ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. പക്ഷേ വിചിത്രമായ ഒരു സംഗതി അതിനകത്ത് കണ്ടത് ഇതാണ്. ഈ മോളുടെ ഫാദർ ഇങ്ങനെ മുട്ടിന്മേലിരുന്ന് കൈ ഇങ്ങനെ കൂപ്പിപ്പിടിച്ചിരിക്കുന്ന പൊസിഷനിലാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ ആ കൈ നോക്കിയപ്പോൾ കൈയുടെ അകത്ത് ഒരു പോക്കറ്റ് ബൈബിൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവളുടെ കയ്യിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ പോക്കറ്റ് ബൈബിൾ അയാളുടെ കയ്യിലാണ്. ഇങ്ങനെ പിടിച്ചേക്കോ, മുറുകെ പിടിച്ച് ആ പൊസിഷനിൽ ഇരുന്നാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. പട്ടാളക്കാർ ഇത് വലിച്ചൂരി, എന്ന് വെച്ചാൽ ഈ പോക്കറ്റ് ബൈബിൾ വലിച്ചൂരി ചുമ്മാ മറിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ടു മൈ ഡോട്ടർ, എൻ്റെ മകൾക്ക് എന്ന് പറഞ്ഞൊരു കുറിപ്പ് കണ്ടു. എല്ലാം വായിച്ചു നോക്കി. അവിടെ ഈ പോക്കറ്റ് ബൈബിൾ, ഗിഡിയൻസിൻ്റെ പോക്കറ്റ് ബൈബിളിൽ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു ആഹ്വാനവും സ്വീകരിച്ചു കഴിയുമ്പോൾ സൈൻ ചെയ്യാൻ ഈ ഇത്രാം തീയതി പേര് എഴുതി യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സൈൻ ചെയ്യാനുള്ളൊരു പേജുണ്ട്, ഒരു കാർഡ് പോലെ. ആ കാർഡിൽ അദ്ദേഹം സൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു പേജ് കൂടി മറിച്ചപ്പോൾ കണ്ടത്, ബാക്കിയുള്ള 30 മൈനേഴ്സും അവരുടെ പേരുകൾ എഴുതി അതിൽ ഒപ്പിട്ടിരിക്കുകയാണ്. എൻ്റെ അർത്ഥം 31 പേരും ഈ ട്രാപ്ഡായ സമയത്ത് ഈ പുസ്തകം ഓടിച്ച് വായിച്ച് അവർ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷമാണ് മരണം സംഭവിച്ചത്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള
രക്ഷാകര പദ്ധതി വെളിപ്പെട്ടിരിക്കുന്നു. പലരും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അഹങ്കാരികളായി ബൈബിള് വേണ്ട, ഇത് കള്ളപ്പുസ്തകമാണ്, ഇത് നുണക്കഥകളാണ്, ആർക്കിതുപോലെ ജീവിക്കാൻ സാധ്യമല്ല, ആർക്ക് പറ്റും ഇതുപോലൊക്കെ ജീവിക്കാൻ, ബൈബിളിലൊക്കെ പലതും എഴുതി വെച്ച് കാണും, നമുക്കറിയാം നമ്മുടെ പാട്, നമുക്കിതുപോലെ ഒന്നും ഈ സ്റ്റാൻഡിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞ് ആയുസ് തീരുമ്പോഴാണ് ചിലർക്ക് ബോധ്യം വരുന്നത്. ആ മനുഷ്യൻ നേരത്തെ ഇത് വായിച്ച് രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം അപകടത്തിൽ നിന്ന് രക്ഷിച്ചേനെ. കൂടാതെ ആയുസ് മുഴുവൻ ദൈവത്തെ, ഈ ബാക്കിയുള്ള കാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ഒരുങ്ങാനും ഒക്കെ സമയം കിട്ടി. ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി ഗിഡിയൻസ് ഇൻ്റർനാഷണൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ സൗജന്യമായി കൊടുത്ത ആ പുസ്തകം, ന്യൂ ടെസ്റ്റമെൻ്റ്, പോക്കറ്റ് ബൈബിൾ, ഈ 31 പേരെ രക്ഷയിലേക്ക് നടത്താൻ വേണ്ടി പ്രയോജനപ്പെട്ടു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനത് ഉപയോഗിച്ചിരുന്നു. ഒത്തിരി ഹോട്ടലുകളിലൊക്കെ ഗിഡിയൻസ് ബൈബിൾ ഇരിക്കുന്ന, പല ഹോട്ടലിലും ഞാൻ താമസിക്കുന്ന സമയത്ത് ഡ്രോയർ തുറക്കുമ്പോൾ അതിനകത്ത് ഗിഡിയൻസ് ബൈബിൾ ഇരിപ്പുണ്ട്. അത് വായിച്ച് എത്ര പേർ, ഒരുപക്ഷെ ചില ആളുകൾ ആ മുറിക്കകത്ത് കയറുന്നത് വിഷം കുടിച്ച് ചാകാനായിരിക്കും, കെട്ടിത്തൂങ്ങി ചാകാനായിരിക്കും, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി റൂം എടുക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അവസാന നിമിഷങ്ങളിലായിരിക്കും പെട്ടെന്ന് ഈ പുസ്തകം കണ്ട് ഒന്ന് മറിച്ച് നോക്കിയ ഒരു വചനം ഇടപെട്ട് ആത്മഹത്യയിൽ നിന്നും വിടുവിക്കപ്പെട്ടേക്കാം. പറഞ്ഞു വരുന്നത്, സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19:10, ലൂക്ക് 19:10, For the Son of Man came to seek and to save the lost. കാണാതെ പോയതിനെ തെരഞ്ഞ് കണ്ടെത്തി രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അത് കർത്താവിൻ്റെ മിഷനാണ്. ഈ രക്ഷിക്കപ്പെട്ടവർ, എത്ര പേർ രക്ഷിക്കപ്പെട്ടു? രക്ഷിക്കപ്പെട്ടവർ ദയവായി കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഐ ആം സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ടൈപ്പ് ചെയ്തേ. പരസ്യമായ ലോകം കാണട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. രക്ഷിക്കപ്പെട്ടവരൊക്കെ അതൊന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് ഇനി ഈ രക്ഷിക്കപ്പെടാത്തവർക്ക് സൗജന്യമായി കൊടുക്കുവാനുള്ളൊരാഗ്രഹം ഉണ്ടായിരിക്കണം. അങ്ങനെ മാത്രമേ എല്ലാവരും അറിയൂ. ഏറ്റവും കൂടുതൽ ആളുകൾ യേശുവിനെക്കുറിച്ചും ഈ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഈ സുവിശേഷം, സുവാർത്ത, സൗജന്യമായി ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന രക്ഷയെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് റിലേഷൻഷിപ്സിലൂടെയാണ്. ഭാര്യ രക്ഷിക്കപ്പെട്ട ഭർത്താവിനോട് കാര്യം പറയണം. ഇങ്ങനെയാണ്, ഇത് ഫ്രീ ആണ്, ഇത് മതം മാറ്റമല്ല. ഒരു മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് ചാടാനല്ല യേശുവിൽ വിശ്വസിക്കുന്നത്. ഇത് മനുഷ്യനിലെ മാറ്റമാണ്. മനുഷ്യനാണ് മാറേണ്ടത്, മതമല്ല മാറണം. മതം ചാടുകയല്ല ചെയ്യേണ്ടത്. ഞാൻ മതം മാറ്റത്തിൽ വിശ്വസിക്കുന്നില്ല. പറയാൻ വന്നത്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യൻ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ഒരു ജയിലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഏതോ ഈ പണ്ടത്തെ സിസ്റ്റമാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ദ്വീപുകളിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ ആയിരിക്കും. അങ്ങനൊരു ദ്വീപിൽ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് റിഗറസ് വർക്കുമായിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുകയാണ് ആ ദ്വീപിൽ. ചില വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെയോ കാരണത്താൽ ഈ മനുഷ്യൻ്റെ ശിക്ഷ ഇളച്ച് അദ്ദേഹത്തെ വെറുതെ വിട്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസ് അയാളെ അറിയിക്കണമല്ലോ. അപ്പോൾ സാധാരണ അന്നത്തെ സിസ്റ്റം ആയിരുന്നത് കൊണ്ട് അതിനുള്ള ലെറ്റർ പുറത്തു വന്നു. അത് തപാൽ മാർഗമാണ് അന്നത്തെ കാലത്ത് അയക്കപ്പെടുന്നത്. എന്നാൽ ഈ അവിടുത്തെ പോസ്റ്റ്മാൻ്റെ അശ്രദ്ധ നിമിത്തം
അത് ഡെലിവർ ചെയ്തില്ല, കൊടുത്തില്ല, അവിടെ കിടക്കുക. വർഷങ്ങൾ കഴിഞ്ഞു. മറ്റൊരു പോസ്റ്റ്മാൻ അവിടെ ചാർജ് എടുത്തു. എല്ലാ പോസ്റ്റ് ഓഫീസിലുള്ള റാക്കുകളൊക്കെ തപ്പി തപ്പി വന്നപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലെറ്റർ ഡെലിവർ ചെയ്യാതെ അശ്രദ്ധ നിമിത്തം അവിടെ കിടക്കുന്നത് കണ്ടു. എടുത്തു നോക്കി. ആ മനുഷ്യന് മനസ്സിലായി ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ലെറ്ററാണ്. ഓടി അദ്ദേഹം ആ ഐലൻഡിലെത്തി അത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനകം ഈ കുറ്റവാളി മരിച്ചിരുന്നു. ഇതല്ലേ പലപ്പോഴും ഇന്ന് നടക്കുന്നത്. കർത്താവ് നമുക്കൊരു ഗുഡ് ന്യൂസ് തന്നു. സകല പാപികളെയും ഫ്രീ ആയി സൗജന്യമായി പൊതുമാപ്പ് കൊടുത്തുകൊണ്ടൊരു ഭയങ്കരമായ ഒരു റിലീസ് നമുക്ക് തന്നിരിക്കുകയാണ്. സൗജന്യമായ എല്ലാവരുടെയും പാപങ്ങൾ ക്രിസ്തുവിൽ മോചിച്ചു കൊടുക്കുന്നു. വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. വെറുതെ വിശ്വസിച്ചാൽ മതി. എത്ര മഹാഭാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആളെ വെറുതെ വിട്ടേക്കാൻ സ്വർഗത്തിന് തീരുമാനമായി. സ്വർഗീയ കോടതി എല്ലാവരും വെറുതെ വിടാൻ തീരുമാനിച്ചു. പക്ഷെ ആയുള്ളത് അത് കേട്ട് വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കണം, യേശുവിനായി ശിഷ്ടായുസ് ജീവിക്കണം. ദാറ്റ്സ് ഓൾ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ കർത്താവ് ആ പോസ്റ്റ്മാൻ്റെ കയ്യിൽ കിട്ടിയതുപോലെ ഒരു ലെറ്റർ കിട്ടിയിരിക്കുകയാണ്, ഒരു സന്ദേശം കിട്ടിയിരിക്കുകയാണ്. വാട്ട് ഇസ് ദ മെസ്സേജ്? എല്ലാവരെയും കർത്താവ് വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നു. ഫ്രീ സാൽവേഷൻ ഈസ് ഫ്രീ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, രക്ഷ സൗജന്യമാണെന്ന് പറഞ്ഞേ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? രക്ഷ സൗജന്യമാണ് എല്ലാവർക്കും. ഏത് ജാതിയിലും മതത്തിലും വർഗത്തിലും പെട്ടവർക്കും ഏത് വർണ്ണത്തിലായാലും രക്ഷ കർത്താവ് സൗജന്യമായി നൽകിയിരിക്കുന്നു. ഓക്കെ. എന്നാൽ ഇത് അറിയിക്കാതിരുന്നാൽ ആ പോസ്റ്റ്മാൻ ചെയ്ത അതേ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അതറിയിച്ചാൽ അയാൾക്ക് റിലീസ് കിട്ടിയേനെ, ആ കത്ത് സമയത്ത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ഇതത് കിട്ടുന്നതിന് മുമ്പ്, മോചനം വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഇതുപോലെ ഒത്തിരി പേര് മൺമറയുകയാണ്. നമ്മൾ സുവിശേഷം അറിയിച്ചാൽ മാത്രമേ അവർക്ക് അറിയാൻ കഴിയൂ. ഇതറിയാതെ ഒത്തിരി പേര് ഇന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നു, മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിക്കപ്പെട്ടവർ, നിങ്ങളുടെ ബന്ധുമിത്രാദികളോട്, കൂട്ടുകാരോട്, കൂടെ പഠിച്ചവരോട് എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയണം. അവരോട് വ്യക്തമായി പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പാപിയാണ്, ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ശിക്ഷാവിധി എന്ന് പറയുന്നത് നിത്യമരണമാണ്, നിത്യശിക്ഷാവിധിയാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരിക. എന്നാൽ ദൈവപുത്രനായ യേശു, ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് യേശു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇതൊന്ന് അനുഭവിച്ചോർത്ത് ഏറ്റുപറഞ്ഞ് ഈ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, കർത്താവായ രക്ഷിതാവായി സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച്, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് ജീവിച്ചാൽ, വചനമനുസരിച്ചും പ്രാർത്ഥിച്ചും ശിഷ്ടായുസ് ജീവിക്കാമെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിത്യനരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഫ്രീ. ഇത് ആയുസ്സിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, ചിലർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അത് തട്ടിക്കളഞ്ഞു. ഇവരെ ആളെ പിടിക്കാൻ വരുക, ഇവരെ മതത്തിൽ ചേർക്കാൻ വരുക, കൺവെർട്ട് ചെയ്യുവാണ് ആളുകളെ, മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കും. ഇതൊക്കെ ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പല പുകയിലും ഉണ്ടാക്കും. എങ്കിലും വീണ്ടും പ്രാർത്ഥനയോടുകൂടെ പലരോട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആര് വിശ്വസിച്ചാലും സൗജന്യമായ രക്ഷയാണ്. അയാളെ പിടിച്ച് മതം മാറ്റുന്ന പരിപാടി അല്ലിത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഭൂമിയിൽ എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. എല്ലാവരോടും പറയണം. അതിന് മീഡിയ ഉപയോഗിക്കാം, സൂം പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം, യൂട്യൂബ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം, TV ചാനലുകൾ ഉപയോഗിക്കാം. ഏത് രീതിയിലും എല്ലാവരോടും ഇത് പറഞ്ഞേ പറ്റൂ. പറഞ്ഞില്ലെങ്കിൽ നാം കുറ്റക്കാരായി മാറുകയാണ്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ യവനന്മാർക്കും യഹൂദന്മാർക്കും സകലർക്കും ഞാൻ കടക്കാരനാകുന്നു. ഐ ആം എ ഡെറ്റർ ടു ഓൾ ദീസ് പീപ്പിൾ. സുവിശേഷം പറഞ്ഞാൽ മാത്രമേ ഈ കടം വീടുകയുള്ളൂ. സോ ഐ എൻകറേജ് ഓൾ ഓഫ് യു ടുഡേ, ഷെയർ ദ ഗോസ്പൽ, പ്രീച്ച് ദ ഗോസ്പൽ. എല്ലാവരുടെയും സുവിശേഷം പറയുക. അതിന് വളരെ സിമ്പിൾ രീതിയിൽ പറഞ്ഞാൽ മതി. അവരവരുടെ അനുഭവം കൊണ്ട് പറയുക, അനുഭവം ചേർത്ത് പറയുക.
അവർക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ബൈബിളിൽ നിന്നും വാക്യങ്ങൾ, സാധാരണ ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്നത്, ഒരു പുതിയ നിയമം എടുത്ത് ഗിഡിയൻസ് ഇൻ്റർനാഷണലിൽ സൗജന്യമായി കൊടുക്കാനോ കാശ് കൊടുത്ത് മേടിച്ചോ ഒരു പുതിയ നിയമം എടുത്തിട്ട് അതിൽ പ്രധാനപ്പെട്ടതെല്ലാം മാർക്കർ പെന്നുകൾ കൊണ്ട് അടയാളപ്പെടുത്തുക. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പല വചനങ്ങൾ, യോഹന്നാൻ 3:16, റോമർ 3:23, റോമർ 6:23 തുടങ്ങി പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് കാണിച്ചു കൊടുക്കുക, ഇതാ ഈ വചനങ്ങൾ അനുസരിച്ച് റോമർ 10:9 തുടങ്ങിയ രക്ഷയിലേക്ക് നടത്താനുള്ള വചനങ്ങൾ എല്ലാം ഒന്നെടുത്ത് കൃത്യമായിട്ട് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. സുവിശേഷം പറയുക. ഈ പുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൽ ആദ്യ പേജുകളിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. 6-ാമത്തെ പേജിൽ തന്നെ രക്ഷ എങ്ങനെ സ്വീകരിക്കാം കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വചനങ്ങൾ, രക്ഷിക്കപ്പെടുവാനുള്ള പ്രാർത്ഥന ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അതിനപ്പുറത്തെ പേജിൽ എൻ്റെ ജീവപുസ്തകമായ ബുക്ക് ഓഫ് ലൈഫ്, ഇവിടെ നിങ്ങൾ രക്ഷയിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ ആഴ്ചയിൽ മൊത്തം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഇത് പുസ്തകത്തിൻ്റെ പ്രൊമോഷനായിട്ട് എടുക്കല്ലേ. നിങ്ങൾ ആരും ഈ പുസ്തകം മേടിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു നഷ്ടമില്ല. അതിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ദിസ് ഈസ് അബൌട്ട് സം പീപ്പിൾസ് ഇറ്റേണൽ ലൈഫ്. അവരവർ പഠിക്കുക, ഈ ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരിക. ദിസ് ഈസ് ഇറ്റ്. പ്രാർത്ഥിക്കട്ടെ. കൈനീട്ട്. കർത്താവെ, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. അതിൻ്റെ ആവശ്യകത, ആ ദർശനം, ആ വിഷൻ ഉണ്ടാകട്ടെ. ഓപ്പൺ ഹെവൻ്റെ അകത്ത് ഇതെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ ഷോൾഡറിൽ പ്രയാസമുള്ള ചിലരുണ്ട്, ഇവിടെ സ്റ്റിഫായിട്ട് കൈ ഉയർത്താൻ പറ്റാതെ പ്രയാസപ്പെടുന്നത്, ലൂസ് ഇൻ ജീസസ് നെയിം. വേഗത്തിൽ അത് മാറിപ്പോട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞുകൂട്ടെ യേശുവിൻ നാമത്തിൽ. അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ചിലർ, യേശുവിൻ നാമത്തിൽ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല ജോയിൻറ്റുകളിലും പ്രശ്നമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. അലർജികൾ മാറിപ്പോട്ടെ, ക്യാൻസർ മാറിപ്പോട്ടെ, വിവിധ രീതിയിലുള്ള മുഴകൾ, ട്യൂമറുകളൊക്കെ അപ്രത്യക്ഷമാകട്ടെ. രോഗം എന്തായാലും പ്രശ്നം എന്തായാലും കൈനീട്ട് യേശുവിൻ നാമത്തിൽ. ആ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി. നട്ടെല്ല് സൗഖ്യമാകട്ടെ, ബ്രെയിൻ സൗഖ്യമാകട്ടെ, കണ്ണുകളിലെ കാഴ്ച തിരിച്ചു വരട്ടെ, ഷുഗർ ലെവൽ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞാനിപ്പോൾ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് കൊടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടി കൊടുക്കുക. ഇതിൻ്റെ ലിങ്കുകളെടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുകയോ മറ്റുള്ള ഒത്തിരി പേർക്ക് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരെല്ലാം യേശുവിനെ അറിയട്ടെ. നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.